എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാനിട്ട വീഡിയോയുടെ ഒരു തുടർച്ച മാത്രമാണ് ഈ ഒരു വീഡിയോ. ശരിക്കും വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കും അഡ്വാൻസ് ആയിട്ട് നബിദിനാശംസകൾ നേരുകയാണ്. അപ്പോൾ നബിദിനത്തിന് എനിക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. ശരിക്കും ഞാൻ സാധാരണ ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, റിയാക്ഷൻ വീഡിയോകളാണ് ചെയ്യുന്നത്. പക്ഷേ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് കൂടുതലും മുസ്ലിം സഹോദരങ്ങളായതുകൊണ്ട് അവരുടെ ഈ ഒരു ആഘോഷത്തിൽ ഞാനും പങ്കുചേരുന്നു. അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ഓർത്തപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൽ പറയുന്ന കാര്യങ്ങളൊന്നും എനിക്ക് ശരിക്കും മനസ്സിലാക്കാനൊന്നും പറ്റുന്ന ഒരു കാര്യമല്ല. ശരിക്കും കേട്ടോണ്ടിരിക്കാൻ എനിക്കിഷ്ടമാണ്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് പക്ഷേ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ഇതെടുക്കണമെന്നും നിങ്ങളിലേക്ക് എത്തിക്കണമെന്നും തോന്നിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബഹുമാനപ്പെട്ട നൗഷാദ് ബാദ്ഖവി അവർകൾ പറയുന്ന ഒരു പ്രഭാഷണം എന്ന് പറയാൻ പറ്റില്ല. അദ്ദേഹം നല്ല നല്ല കുറേ കാര്യങ്ങൾ നിങ്ങളിലേക്ക് പറഞ്ഞു തരികയാണ്, നിങ്ങളുടെ അറിവിലേക്കായിട്ട്. അതായത് നമ്മൾ നല്ല ഒരു വഴിക്ക് പോകുമ്പോൾ, അതായത് ഒരു വാഹനം വാങ്ങുന്നതിനോ അല്ലെങ്കിൽ ഒരു വസ്തു വാങ്ങിക്കുന്നതിനോ അല്ലെങ്കിൽ ഒരു വിവാഹ കാര്യത്തിനോ അങ്ങനെ എന്തെങ്കിലും ഒരു നല്ല കാര്യത്തിന്, നന്മ നിറഞ്ഞൊരു കാര്യത്തിനായിട്ട് പോകുമ്പോൾ അതിന് തൊട്ട് മുമ്പായിട്ട് ചെയ്യേണ്ട പ്രാർത്ഥനകളെ പറ്റിയിട്ടും നിസ്കാരത്തെ പറ്റിയിട്ടും ഒക്കെയുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫസ്റ്റ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. കാരണം വീഡിയോ ഒരുപാട് ലെങ്ത് കൂട്ടണ്ടെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹുവിന്റെ മദ്ഹബ് പ്രകാരം ആദ്യത്തെ നിസ്കാരം 2 റക്അത്താണ്. ആദ്യത്തെ നിസ്കാരം 2 റക്അത്താണ് ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു മദ്ഹബ് അനുസരിച്ച്. പിന്നെ ഗസാലി ഇമാം റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ഒരുപാട് മഹത്തുക്കൾ ആദ്യത്തെ നിസ്കാരം 12 റക്അത്താണ്, 6 റക്അത്താണെന്നൊക്കെ പറയുന്നുണ്ട്. 2 റക്അത്ത് പ്രബലമായ അഭിപ്രായം. പിന്നെ 2 റക്അത്താണ് ഹാജത്ത് നിസ്കാരം. എല്ലാവരും നോട്ട് ചെയ്യുക. ഹാജത്ത് നിസ്കാരം എന്ന സുന്നത്ത് 2 റക്അത്ത് അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയത്ത് ചെയ്യാം. എപ്പോഴാണ് ഹാജത്ത് നിസ്കരിക്കേണ്ടതെന്ന് അറിയോ? നമ്മളൊരു പ്രധാനപ്പെട്ട ആവശ്യം, നമുക്കിപ്പോൾ ഒരു വിസയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം നടക്കാനുണ്ട്, നമ്മൾ അതിന് പോവാണ്. കലർപ്പൊട്ടുമില്ല മേഘം പോലെ വെള്ള, ഒരു ജോലി സംബന്ധമായ ഒരു വിഷയമുണ്ട്, നമ്മൾ അതിനു വേണ്ടി പോവാണ്. അതുപോലെ മറ്റെന്തെങ്കിലും പ്രധാനപ്പെട്ട ആവശ്യം, നമുക്കത് നടന്നേ മതിയാവും. ഇപ്പൊ ഈ ഉസ്താദ് ചെയ്തതുപോലെ കരഞ്ഞിട്ട് ഹാജത്ത് നിസ്കാരം, എനിക്ക് മുത്തുനബിയെ കാണണം, അതാണ് എന്റെ ഹാജത്ത്. എനിക്ക് പുന്നാര ഹബീബിനെ കാണണം, അതാണ് ഹാജത്ത്. അതും ഒരു ഹാജത്താണല്ലോ. അപ്പൊ അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ആ വിഷയം നടന്നേ മതിയാകൂ എന്ന് നിങ്ങൾ അതിയായി കൊതിക്കുന്ന, ആവേശത്തോടെ ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ആ വിഷയത്തെ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് എടുത്തു വെക്കുകയാണ് ഹാജത്ത് നിസ്കാരം. അതാണ് ആ വളരെ പ്രധാനപ്പെട്ട വിഷയത്തെ നിങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് സമർപ്പിക്കാൻ, അതിനു വേണ്ടിയിട്ടാണ് ഹാജത്ത് നിസ്കാരം. അപ്പൊ നിങ്ങൾ അള്ളാഹുവിനോട് പറയുന്നു, റബ്ബേ, നിസ്കരിച്ചതിന് ശേഷമുള്ള ദുആ, 2 പ്രധാനപ്പെട്ട ദുആ ഉണ്ട്. ആ 2 ദുആയും ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് പറഞ്ഞു തരും. ഹാജത്ത് നിസ്കാരം എന്ന സുന്നത്ത് 2 റക്അത്ത് അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്യുക, എന്നിട്ട് നിസ്കരിക്കാം. 1-ാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന സൂറത്ത് ഓതുക. 2-ാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്തുൽ ഇഖ്ലാസ് ഓതുക. 1-ാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, 2-ാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്തുൽ ഇഖ്ലാസ് ഓതുക. 2 റക്അത്ത് കഴിഞ്ഞ് സലാം വീട്ടിയതിന് ശേഷം അള്ളാഹുവിലേക്ക് നിങ്ങളുടെ ആവശ്യം പറഞ്ഞ് കണ്ണുനീരോടെ ദുആ ചെയ്യുക. ആവശ്യം പറഞ്ഞ് ദുആ ചെയ്യുമ്പോൾ ബഹുമാനപ്പെട്ട ഇമാം തുർമിദി റളിയല്ലാഹു തആല അൻഹുവിനെ പോലെയുള്ളവർ പ്രധാനമായും അവതരിപ്പിച്ചു തരുന്ന 2 പ്രധാനപ്പെട്ട പ്രാർത്ഥനകൾ ഹദീസിലുണ്ട്. ആ പ്രാർത്ഥനകളാണ് ഇനി നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് പറഞ്ഞു തരുന്നത്. 1-ാമത് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം അള്ളാഹുവിലേക്ക് പറയാനുള്ള 1-ാമത്തെ പ്രാർത്ഥന പറയട്ടെ. എല്ലാവരും എഴുതിയെടുക്കാനാണെങ്കിൽ അങ്ങനെ. ഇനി അതല്ല, ഈ നമ്മുടെ ഈ ലൈവിലൊക്കെ നിങ്ങൾക്ക് സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ പറ്റുമല്ലോ, സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റുമല്ലോ. അപ്പൊ അങ്ങനെ എടുത്തിട്ട് അത് സേവ് ചെയ്ത് ഫയലിൽ വെച്ചിട്ട് പിന്നീട് അത് നോക്കി എഴുതിയെടുത്താലും മതി. അപ്പോൾ ഇൻഷാ അല്ലാഹ് വ്യക്തമായിട്ട് എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങളും 2 റക്അത്ത് നിസ്കരിച്ചല്ലോ. വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം, ഭർത്താവിന്റെ ജോലി അല്ലെങ്കിൽ ഭാര്യയുമായി ബന്ധപ്പെട്ട വിഷയം, അങ്ങനെ എന്തെങ്കിലും പിണക്കം മാറ്റലാകാം, സന്താന സൗഭാഗ്യമാകാം, അങ്ങനെ ഒരുപാട് ആവശ്യങ്ങൾ. ഇത് ഒരു ദിവസം തന്നെ നിസ്കരിച്ച് തീർക്കേണ്ടതൊന്നുമല്ല. ആവശ്യം നടക്കാൻ വേണ്ടി ആവർത്തിച്ച് നിസ്കരിക്കാം. 2-3 ദിവസം ചേർത്തുകൊണ്ട് നിസ്കരിച്ച് കരഞ്ഞ് ദുആ ചെയ്യാം. എന്നിട്ട് അതിന് ശേഷം ഈ ദുആ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക വഅതവജ്ജഹു ഇലൈക ബിനബിയ്യിക മുഹമ്മദിൻ നബിയ്യിർ റഹ്മ ഇന്നി തവജ്ജഹതു ബിക
ഇലാ റബ്ബി ഫീ ഹാജതി ഹാദിഹി ലിതുഖ്ലാ ലി അല്ലാഹുമ്മ ഫശഫിഉഹു ഫിയാ. ഈ ദുആ ഒന്നുകൂടി. അല്ലാഹുമ്മ ഇന്നി അസ്അലുക വഅതവജ്ജഹു ഇലൈക ബിനബിയ്യിക മുഹമ്മദിൻ നബിയ്യിർ റഹ്മ ഇന്നി തവജ്ജഹതു ബിക ഇലാ റബ്ബി ഫീ ഹാജതി ഹാദിഹി ലിതുഖ്ലാ ലി അല്ലാഹുമ്മ ഫശഫിഉഹു ഫിയാ. എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് യൂട്യൂബിൽ ഉള്ളതാണല്ലോ ഇത്. അതപ്പോൾ ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് നോട്ട് ചെയ്ത് എഴുതിയെടുത്ത് പഠിക്കാവുന്നതാണ്. നിങ്ങളിപ്പോൾ വിചാരിക്കും ഇത്രയും വലിയ ദുആയൊക്കെ പഠിക്കേണ്ട ഉസ്താദേ, നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? ഇതൊരു ഭാരമായിട്ട് നമ്മൾ കണക്കാക്കരുത്. ഇതൊക്കെ പഠിക്കണം. നാവിനിങ്ങനെ വഴങ്ങി വരണം. എത്ര വലിയ ദുആയാണെങ്കിലും, എത്ര വലിയ ദിക്റുകളാണെങ്കിലും, എത്ര വലിയ സ്വലാത്തുകളാണെങ്കിലും നാവിനിങ്ങനെ വഴങ്ങി വരണം. ഈ നാവ് കൊണ്ട് നമുക്ക് അവസാനം അസ്രായിൽ വരുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണ്ടേ? ഈ നാവ് കൊണ്ടല്ലേ നമുക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കേണ്ടത്? നാവിനിങ്ങനെ വഴങ്ങി വരണം ഈ ദുആ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക വതവജ്ജഹു ഇലൈക ബിനബിയ്യിക മുഹമ്മദിൻ നബിയ്യിർ റഹ്മ ഇന്നി തവജ്ജഹതു ബിക ഇലാ റബ്ബി ഫീ ഹാജതി ഹാദിഹി ലിതുഖ്ലാ ലി അല്ലാഹുമ്മ ഫശഫിഉഹു ഫിയ അല്ലാഹുമ്മ ഫശഫിഉഹു ഫിയ അല്ലാഹുമ്മ ഫശഫിഉഹു ഫിയ. എല്ലാവരും എഴുതിയെടുത്തോ? എല്ലാവരും നോട്ട് ചെയ്തോ? രണ്ടാമത് അത് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി എന്താണ് പറയാനുള്ളതെന്ന് വെച്ചാൽ, എല്ലാവർക്കും ഓണാശംസകൾ ഈ ഒരു വീഡിയോയിൽ നേരുന്നില്ല. കാരണം അതിനി പിന്നീട് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ടൊക്കെ ഓണത്തിൻ്റെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ഇപ്പോൾ എല്ലാവർക്കും എൻ്റെയും എൻ്റെ ചാനലുകളുടെയും എൻ്റെ ഫാമിലിയുടെയും വക അഡ്വാൻസ് നബിദിനാശംസകൾ നേരുന്നു. നിങ്ങളുടെ സ്വന്തം ഉത്തര ഉണ്ണി.